കസ്റ്റംസിൽ എന്താ നടന്നതെന്നുള്ളത് കുറച്ചും കൂടി കൃത്യമായിട്ടൊന്ന് അന്വേഷിക്കപ്പെടണ്ടേ. ഇത്രയും കാലം മണി പുറത്തു പോകുന്നു, തിരിച്ചു വരുന്നു, 9 കൊല്ലമായിട്ട് ഈ വളയിടുന്നു. അങ്ങനെ എത്ര യാത്ര നടന്നിട്ടുണ്ടാവും? ആ യാത്രയിലൊന്നും ഈ ഡിക്ലറേഷൻ ഫോം മണിക്ക് തരാത്ത ഉദ്യോഗസ്ഥർ ഈ യാത്രയിലും ഡിക്ലറേഷൻ ഫോം തന്ന് അത് പൂരിപ്പിക്കാതെ, വേണ്ടത്ര നടപടിക്രമം പൂർത്തിയാകാതെ ഒരാളെ വിദേശത്തേക്ക് അയക്കുന്ന ഈ ഉദ്യോഗസ്ഥർ, അവർക്കെതിരെ നടപടി വേണ്ടേ? എനിക്ക് അവരോടും ആരോടും പരിഭവമില്ല, പരാതിയില്ല. ഞാൻ അങ്ങനെയുള്ളൊരു കലാകാരനാണ്. എൻ്റെ അടുത്ത് ഇങ്ങനെ സംഭവിച്ചു പോയി. അത് ഞാൻ എൻ്റെ പേരിൽ വന്ന തെറ്റ് ഞാനിത് മാർക്ക് ചെയ്യാതെ പോയി എന്നുള്ളത് തെറ്റാണ്. ആ തെറ്റ് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ആ തെറ്റ് ചെയ്തുകൊണ്ട് ഒരാൾ കടന്നു പോകുമ്പോൾ അത് അനുവദിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ നോക്കണ്ടേ? ഞാൻ അവർക്ക് വേണ്ടി ഞാൻ പറയാണ്, ഇനി ഞാൻ പോകുമ്പോൾ ഞാനത് മാർക്ക് ചെയ്തിട്ട് പോവുള്ളൂ. അപ്പോൾ 7000 രൂപ ചെലവിടുകയും അതെ ഒരാഴ്ച മാനക്കേട് സഹിക്കുകയും വേണ്ടി വന്നു ഈ സ്ഥിതിയിലേക്ക് എത്താൻ. എനിക്കത് വിരോധമില്ല. എൻ്റെ വീടിനും എന്നെ തേടി വരുന്ന കുറേ പാവങ്ങളുണ്ട്. ആ പാവങ്ങളുടെ ഒരു 7000 റുപ്യ പോയി എന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. എൻ്റെ വീടിൻ്റെ മുമ്പിൽ വരുന്ന കുറേ പാവങ്ങളുണ്ട്. ആ പാവങ്ങൾക്ക് ഞാൻ സഹായിക്കുന്ന ഒരു 7000 റുപ്യ കൊടുത്തു എന്ന് ഞാൻ വിചാരിക്കുള്ളൂ. അങ്ങനെയാണ് ആ 7000 രൂപ കാണുന്നത്. അത്രയും ഞാൻ കാണുന്നുള്ളൂ. സർക്കാരിന് കൊടുത്തതായിട്ടോ സർക്കാർ ഖജനാവിലേക്ക് കൊടുത്തതായിട്ടോ വിചാരിക്കുന്നില്ല. സർക്കാരിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സർക്കാർ അത്രയും ഒരു ദ്രോഹ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇത് പറ്റിപ്പോയി. ഇത് ഈ വളയുടെ വലുപ്പമാണ് ഏറ്റവും വലിയ പ്രശ്നം പറ്റിയത്. സംഭവം ചിലപ്പോൾ എല്ലാവരും എന്നെ വില്ലനായിട്ടിരിക്കും കാണാം. പക്ഷെ ഞാൻ എൻ്റെ കുടുംബത്തിൽ വെറൊരു ഒരു ശുദ്ധനാണ് ഞാൻ. പക്ഷേ സമൂഹം ഇങ്ങനെയൊക്കെ എഴുതി ഫലിപ്പിച്ച് എന്നെ വില്ലനാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആരും ഒരു അക്രമശക്തനായിട്ട് വരുന്ന ഒരാളുമില്ല. പല ആൾക്കാരും പറഞ്ഞ് പരത്തിയാണ് അങ്ങനെ ആകുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ ആകൂല്ല, എനിക്കിട്ടാവാനും പറ്റില്ല. എനിക്ക് ആ ഞാഹ എന്നുള്ള ചിരിയും ആ പണ്ടത്തെ ഓടപ്പഴം പോലുള്ള പാട്ടും അതൊക്കെ പാടുമ്പോൾ, ഒരു അച്ഛനെ കുറിച്ചുള്ള പാട്ടുകളൊക്കെ പാടുമ്പോൾ ഉണ്ടാവുന്ന പാട്ടുകളാണ് സുഖം. ഞാൻ എൻ്റെ ചാലക്കുടിയെ വളർത്താൻ വേണ്ടിയിട്ട് മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ. ഏത് സ്ഥലത്ത് പോയാലും ചാലക്കുടിയെക്കുറിച്ച് മാത്രമേ ഞാൻ പാടുള്ളൂ. എല്ലാ പാട്ടിലും അങ്ങനെ തന്നെയാണ്. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. അതിലുണ്ടൊരു ചാലക്കുടി. ഒന്നുണ്ട് കേൾക്കണം മോളെ, ചാലക്കുടി ആറിൻകരയിൽ ഓലമഞ്ഞ വള്ളിക്കുടിലിൽ സ്നേഹം വാരി തന്നൊരു അച്ഛൻ. അതിലും ചാലക്കുടി ഉണ്ട്, അച്ഛനും ഉണ്ട്. നമ്മൾ ഏത് എഴുതാണെങ്കിലും ചാലക്കുടിയെക്കുറിച്ച് മാത്രമേ എഴുതുള്ളൂ. കാരണം എന്നെ വളർത്തിയത് ചാലക്കുടിക്കാരാണ്. അപ്പോൾ എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. പക്ഷേ ഒരിക്കലും ഇനിയെങ്കിലും ചാലക്കുടിയിലെ ഓഫീസർമാരും അവരും എന്നെ ദ്രോഹിക്കാതിരിക്കാന്നൊരു അപേക്ഷ എനിക്കുണ്ട്. അപ്പോൾ അവരോടൊരു അപേക്ഷയുണ്ട്. നേരത്തെ പറയാതെ വിട്ട അപേക്ഷ പറയുക. തീർച്ചയായിട്ടും മണിയെ ദ്രോഹിക്കരുത്. അതെ, മണി പാവമാണ്. ചാലക്കുടിക്കാർക്കൊരു വിഷമം അതെ മണിയോട് തോന്നരുത്. മണി മുഴങ്ങുന്നത് ആർക്ക് വേണ്ടിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള കുറച്ച് ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ മണി മുഴങ്ങുന്നത്. പക്ഷേ ഇങ്ങനെ 4 വിവാദങ്ങളും ഒക്കെ ഉണ്ടാവുമ്പോൾ പെട്ടെന്നൊരു വിഷമം ഉണ്ടായാൽ കരയുന്ന, ഒരു അവാർഡ് കിട്ടിയില്ലെങ്കിൽ തലചുറ്റി വീഴുന്ന, ആരെങ്കിലും ഒന്ന് പ്രൊവോക്ക് ചെയ്താൽ ദേഷ്യം വരുന്ന തനി നാടനായ തനി പാവമായ ആ മണിയെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുമോ? മണി കള്ളനാട്യക്കാരനും കപട ഗൗരവക്കാരനും കപട അന്തസ്സ് സൂക്ഷിക്കുന്ന ഒരാളുമായിട്ട് മാറുമോ ഇങ്ങനെ 4 സംഭവം കൂടി കഴിഞ്ഞാൽ? അന്ന് ഞാൻ ഏതെങ്കിലും പറമ്പിൽ കെട്ടി തൂങ്ങിച്ചാവും ഞാൻ. ഇനിയിപ്പോൾ ഈ പറയുന്ന ഓഫീസ് ആൾക്കാർക്കൊക്കെ എന്നോട് ഭയങ്കര ദേഷ്യമാണ്. ഇനിയിപ്പോൾ ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നത് കണ്ടിട്ട് ദേഷ്യം പിടിച്ചിട്ടാണോ എന്നറിയില്ല. വേണമെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ സിനിമാഭിനയം വരെ നിർത്താൻ തയ്യാറാണ്. അങ്ങനെ എനിക്ക് സന്തോഷമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എന്നാലും സിനിമാഭിനയം നിർത്തിയാലും മണി പച്ച മനുഷ്യനും നാടനും പാവമായിട്ട് തന്നെ തുടരും. എനിക്കൊരു തൂമ്പ മതി. സങ്കടം വന്നാൽ കരയും. ഞാൻ കരയും. ദേഷ്യം വന്നാൽ ചീത്ത പറയില്ല, നമ്മളുടേതായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കും. അനാവശ്യം എന്നുള്ള വാക്ക് എൻ്റെ വായിന്ന് വീഴില്ല. മണിക്ക് ഈ ഉദ്യോഗസ്ഥന്മാരുടെ ജാട, തണ്ട് എന്നൊക്കെ പറയുന്നതിനോട് സഹജമായിട്ടുള്ള ഒറിജിനലായിട്ടുള്ള ഒരു ചെറുത്ത് നിൽക്കുന്ന സ്വഭാവം ഉണ്ടോ? സാർ, അതെന്താണെന്ന് പറയുമ്പോൾ നമ്മൾ ഭൂമിയോളം ഇറങ്ങുമ്പോൾ അവർ നമ്മളെ വല്ലാതെ ഇത് ചെയ്യാൻ വരാണ്. ഈ പറഞ്ഞ കേസിലൊക്കെ അതും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. ഉദ്യോഗസ്ഥന്മാർ പരുഷമായിട്ട് പെരുമാറുന്ന ഒരു ശൈലി, അത് മണിയെ പ്രൊവോക്ക് ചെയ്യിക്കുന്നുണ്ടോ? എത്രയോ സ്ഥലത്ത് ഞാനിപ്പോൾ എൻ്റെ വണ്ടിയിൽ ഒരു ദിവസം പേപ്പർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു, കീറി കളഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ എന്നെ ഒരു ജീപ്പ് വാട്ടിട്ട് വെച്ചിട്ട് പിടിച്ചിട്ട് പറഞ്ഞു. നമ്പറിലോ പേപ്പർ ഒട്ടിച്ചിരുന്നത്? പേപ്പർ
വണ്ടിയിൽ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞു. ഡ്രൈവറുടെ അടുത്ത് വണ്ടിയിൽ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞു. ആരുടെ വണ്ടിയിൽ നിന്ന് പറഞ്ഞു? കലാഭവൻ പറഞ്ഞു. അവനോട് ഇറങ്ങാൻ പറയടാന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാർ കൂടിയൊക്കെയുണ്ട്. അവനോട് ഇറങ്ങാൻ പറയടാന്ന് പറഞ്ഞു. അവന് സാറേ ആൾ അതിനകത്ത് കിടന്ന് ഉറങ്ങാം എന്ന് പറഞ്ഞു. ഇറങ്ങാൻ പറയും എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് മണിയായിട്ട് തോന്നിയില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ തന്നിട്ട് വന്നു. സാറേ ഞാൻ മണിയാണ് എന്ന് പറഞ്ഞു. ഹലോ നമസ്കാരം. അയച്ചു മനസ്സിലായില്ല കേട്ടോ പെട്ടെന്ന്. എവിടെ പോണു? ശരി ഓക്കെ. സിനിമകളൊക്കെ ഉണ്ട്. ശരി എന്നാൽ ആയിക്കോട്ടെ, താങ്ക് യു, പോയിക്കോളൂ. പക്ഷെ അതെന്താ അങ്ങനെയെന്ന് എനിക്കറിയില്ല. അവർക്ക് ഒരു പക്ഷെ പരിചയപ്പെടാനായിരിക്കാം. പക്ഷേ നിയമം അനുസരിച്ച് ഞാൻ ചെയ്ത് തെറ്റാണ്. കാരണം പേപ്പർ മാറ്റേണ്ടിയിരുന്നു. പക്ഷേ ഞാൻ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ ആ പേപ്പർ കീറി കളയുകയും ചെയ്തു. പക്ഷേ ചില സ്ഥലത്തൊക്കെ ചില ഓഫീസർമാർ കണ്ടാൽ പറയും, ചിലർ മണിസാറേന്ന് വിളിക്കും, മണിസാറേ അതൊന്ന് കീറി കളയണം കേട്ടോ, നിങ്ങളൊക്കെ നാടറിയുന്ന ആൾക്കാരാണ്, നിങ്ങളാണ് മാതൃക കാണിച്ചു കൊടുക്കേണ്ട ആൾക്കാർ, അതൊന്ന് പ്ലീസ്. അത് ന്യായം, അത് ന്യായമായ എന്താ ഒരു വളരെ സൗമ്യമായിട്ടുള്ള രീതിയിലാണ്. ഇതൊരു ഞാറികളാണ് അങ്ങനെ പറയുമ്പോൾ നമ്മളും പെട്ടെന്ന് പേടിച്ചു പോയില്ലേ. അത് ഇവർക്ക് ദേഷ്യം തോന്നാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ചില വേഷങ്ങൾ നമ്മൾ സിനിമയിൽ ചെയ്യും, അത് വളരെ മോശമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, വില്ലനായിട്ടായിരിക്കും. അതൊക്കെ കാണുമ്പോൾ എന്താവാ അങ്ങനെ ചെയ്തത്, ഇത് എൻ്റെ ജോലിയാണ്, എനിക്ക് അന്നം മേടിക്കണ്ടേ. നമ്മൾ ആ ക്യാരക്ടറായിട്ട് മാറിപ്പോണോണ്ടാണ് നമ്മളത് ആ വേഷം ചെയ്യുന്നത്, അല്ലാതെ ഒരിക്കലും ആരെയും ദ്രോഹിക്കാൻ വേണ്ടിയിട്ടല്ല. ചില പോലീസുകാരായിട്ടും ചില കള്ള ഉദ്യോഗസ്ഥന്മാരായിട്ടും ഒക്കെ അഭിനയിച്ചതും ഇവരെയൊക്കെ പ്രകോപിപ്പിച്ചിട്ടുണ്ടാവാന്നാണ് വിചാരിക്കുന്നത്. എന്തിന് ഇപ്പം ഈ അടുത്ത കാലത്ത് നമ്മുടെ ജയാനന്ദൻ, പത്രത്തിൽ ഞാൻ വായിച്ചത്, ജയാനന്ദൻ പറഞ്ഞിരിക്കുന്നത് ഈ തലയ്ക്കടിച്ച് കൊല്ലാനുള്ള ഒരു ഇത് എന്താ എനിക്ക് അത് ചെയ്യാനുള്ളൊരു അനുകരണം റിപ്പറിന് കിട്ടിയത് എന്നിൽ നിന്നാന്ന് പറഞ്ഞത്. അതായത് സേതുരാമയ്യർ എന്ന് പറഞ്ഞ പടത്തിൽ ഞാൻ ഈ തലയ്ക്കടിച്ച കൊല്ലണത്, അപ്പോൾ അതിൻ്റെ മാതൃക ഞാനാണെന്ന് പറഞ്ഞ് പേപ്പറിൽ എഴുതി, അതിലും ഞാൻ കള്ളൻ. എന്താ ചെയ്യാൻ പറ്റുക? അതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഏതോ ഒരു മൂലയ്ക്ക് പാവം ഒരു ചാലക്കുടി ചേനത്താട്ടിൽ ഏതൊരു സൈഡിൽ ഒതുങ്ങി കിടക്കുന്ന ഞാനിവിടെ ഒരുപാട് നല്ല പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ച് ഒരു വാർത്ത പോലും ഞാൻ ഇന്നവരെ കണ്ടിട്ടില്ല എന്നുള്ള. എന്തോരം നല്ല കാര്യങ്ങളാണ് ചെയ്യണമെന്ന് അറിയാമോ? കസ്റ്റംസുകാരെ വിളിച്ചു പറയുന്ന പോലെയും വാർത്താക്കുറിപ്പ് ഇറക്കുന്നത് പോലെയും ഒന്നും ചെയ്യണില്ല. അല്ല, ഞാൻ അതിൻ്റെ ആവശ്യമില്ല സാർ. നമ്മൾ സ്വയം വലുതായതുകൊണ്ട് കാര്യമില്ലല്ലോ. മറ്റൊരുത്തം പറഞ്ഞ് കേൾക്കുമ്പോഴാണ് നമുക്കതിനൊരു സുഖം ഉണ്ടാവുന്നത്. കുഴപ്പമില്ല കേട്ടോ. ഏതൊരു മനുഷ്യൻ പറയുന്നത്, ഇപ്പം ഞാൻ ഇത്രയും കണ്ട ഈ ഫോറസ്റ്റിനെ തല്ലി, പോലീസിനെ തല്ലി, ഇവിടെ മറ്റ് പാർക്കിൽ പോയി ഇടിയുണ്ടാക്കി, കസ്റ്റംസിൽ പ്രശ്നം ഉണ്ടാക്കി, ഞാനിപ്പോൾ സമൂഹത്തിൻ്റെ മുമ്പിൽ വൃത്തികെട്ടവനാണ്. പക്ഷേ ഈ പറയുന്ന എല്ലാവരും എന്നെ നല്ല മനുഷ്യനായിട്ട് പറയുന്നൊരു ദിവസമുണ്ട്, ഞാൻ മരിച്ചു കിടക്കുമ്പോൾ നല്ല മനുഷ്യനായിരുന്നു കേട്ടോ, പാവം. എന്താ ചെയ്യുക, അന്നാണ് ഒരു നല്ല വാർത്ത കേൾക്കാൻ പറ്റുക. അത് പക്ഷേ മണിക്ക് കേൾക്കാൻ പറ്റില്ല, എനിക്ക് കേൾക്കാൻ പറ്റില്ല. പക്ഷേ മീഡിയാസിന് പോലും ഒരു 1.5 മാസം വരെ നിൽക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ടാവും എന്നെ പറ്റി, ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ. ഇത്ര ഇതിൽ ജനിച്ചു, നാടൻ പാട്ട് കണ്ടുപിടിച്ചു, ഇന്ന സിനിമയിൽ പാടി, ഇത്ര പടത്തിൽ അഭിനയിച്ചു, ബോധം കെട്ട് വീണു, എന്തൊക്കെയാ വാർത്തകളായിരിക്കും അറിയുന്നത്. ദൈവമേ, ഇതൊക്കെ കാത്തിരിക്കുക എല്ലാവരും. മരിച്ചു എന്നൊരു കള്ളവാർത്ത നേരത്തെ ഇറക്കി ഇഷ്ടം പോലെ കേൾക്കാം. അതെ, ഇഷ്ടം പോലെ. ഇതിപ്പോൾ പ്രിന്റ് ചെയ്ത് വെച്ചിട്ട് തന്നെ ഉണ്ടാവും, ഓൾറെഡി അടിച്ചു വെച്ചിട്ടുണ്ടാവും. കാരണം ആ നേരത്തെ സമയം കിട്ടിയെന്ന് വരില്ലേ. അല്ല, ഇപ്പോഴത്തെ പത്രപ്രവർത്തന ശൈലി, മാധ്യമപ്രവർത്തന ശൈലി വിവാദങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതാണ്, വിവാദങ്ങളെടുത്ത് ആഘോഷിക്കുന്നതാണ്, അത് വിറ്റ് കാശാക്കുന്നതാണ് എന്നൊരു പരാതിയുണ്ട്. പ്രത്യേകിച്ച് VIP-കളുമായിട്ട് ബന്ധപ്പെട്ടൊരു വിവാദം കിട്ടുമ്പോൾ ആ പത്രപ്രവർത്തന ശൈലിയുടെ കൂടി ഇരയാണ് മണി എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. അത് നമ്മളൊക്കെ അതിൻ്റെ ഒരു ഭാഗമല്ലേ, നമ്മളൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. എന്താണ് എന്നുള്ളത് കേട്ട് ഇനിയിപ്പോൾ ഏത് സൈഡിൽ പോയിട്ട് എന്ത് ചെയ്താലും അവിടെ നിന്ന് ഒരാൾ പറഞ്ഞു കൊടുക്കാൻ ഉണ്ടാവും എന്നുള്ളതാണ്. മലയാളി എന്ന് പറഞ്ഞാൽ അതാണ്. മലയാളം ഇവിടെ നിന്ന് ഇംഗ്ലീഷിൽ എഴുതിയാലും ഒരേ സ്പെല്ലിങ്ങാണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതിയാലും ഒരേ സ്പെല്ലിങ്ങാണ്, ഒറ്റ ശൈലിയാണ്. തലതിരിച്ചും വായിക്കാവുന്ന ഒരു രീതി. അമ്മ എന്ന് വിളിക്കുന്ന അങ്ങനെ തന്നെ, ഇവിടെ നിന്ന് അമ്മ എന്ന് ഇംഗ്ലീഷിൽ എഴുതിയാലും ഒരുപോലെയാണ്, ഇവിടെ നിന്ന് എഴുതിയാലും ഒരുപോലെ തന്നെ. ഇതെല്ലാം ചെയ്യുന്ന വായോടെ തന്നെയാണ് അമ്മയെന്നും വിളിക്കുന്നത്. ഈ വിവാദം ഉണ്ടായപ്പോൾ കൂടെ നിന്ന് ആരെങ്കിലും ഉണ്ടോ? കൂടെ നിന്ന് ആളുകളുണ്ടോ? ഒരുപാട് പേര് പിന്തുണ തന്നോ? എനിക്ക് എൻ്റെ കൂട്ടുകാരന്മാർ എനിക്ക് അത്രയും സപ്പോർട്ടാണ്. ആ കൂട്ടുകാരന്മാർ സിനിമയിലുള്ളവരാണോ നാട്ടുമ്പുറത്തുകാരാണോ? എൻ്റെ നാട്ടുമ്പുറത്തുകാരാണ്. സിനിമയിൽ നിന്ന് ആരും പിന്തുണ തന്നില്ല? സിനിമയിൽ നിന്ന് ഞാൻ ഈ കാര്യങ്ങളെ സിനിമയിൽ ഉന്നയിക്കാറില്ല, കാരണം അവരുടെ അടുത്ത് പറയേണ്ട കാര്യമില്ല, അത് അവർക്ക് പറ്റിയ ജോലിയല്ല. എന്നാലും ആരെങ്കിലും വിളിച്ച് അന്വേഷിക്കുകയോ
ഇടപെടുകയൊക്കെ ചെയ്തു അതിൽ? ഇടപെടുകയൊക്കെ ചെയ്തായിരുന്നു. ഇപ്പോൾ ഈ കേസിനൊക്കെ ഇന്നസെൻ്റ് ഏട്ടനൊക്കെ എന്നെ വിളിച്ച്, ഇന്നസെൻ്റ് ഏട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, മമ്മൂക്ക വിളിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇടവേള ബാബുചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കേസിന് കറക്റ്റായിട്ട് അവരെന്നെ വിളിച്ചിരുന്നു. അവർക്കറിയാം, കാരണം ഈ വള എൻ്റെ കൈമ കിടക്കുന്ന എത്രയോ വർഷമായിട്ട് മമ്മൂക്ക വരെ കണ്ടുകൊണ്ടിരിക്കും. മമ്മൂക്ക എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഇത് നിൻ്റെ കൈമ പണ്ട് കിടന്ന വളയാണോ എന്നാണ് ചോദിച്ചത്. ആ പറഞ്ഞ അതിലൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞ് ഞങ്ങൾ മമ്മൂക്കയെ വരെ പിടിച്ചു നിർത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതൊരു യോഗ്യതയായിട്ടാണ്, അത് വലിയൊരു ക്രെഡിറ്റ് ആയിട്ടാണ് പറഞ്ഞത്. പക്ഷെ ഞാനത് ചെവി കൊള്ളാനും പോയില്ല, ഒന്നും പോയില്ല. ഞാൻ വേഗം പോകുന്നു. കാരണം എനിക്കിനി ഈ വിവാദങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ എന്നെ കൊണ്ട് പറ്റില്ല. കാരണം എനിക്കൊരു മോളുണ്ട്, എൻ്റെ വൈഫുണ്ട്. ഇതുങ്ങൾ പേടിച്ച് നിൽക്കുക. കാരണം എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ വീടിൻ്റെ ഉമ്മറത്ത് കുറേ വണ്ടികളും കാര്യങ്ങളും കുറേ ബുക്കും ചാനലും സാധനങ്ങളൊക്കെ ആയിട്ട് വന്ന് നിൽക്കുക. ഇനിയിപ്പോൾ വീടിൻ്റെ ബാക്കിൽ ഒരു ഗേറ്റ് വെക്കണമെന്ന് ആലോചിക്കണേ, ഇറങ്ങി അതിൽ പോകാനേ വലിയ പ്രശ്നമാണ്. അതിനും കൂടി ഒരു ആലോചന നടത്തിക്കൊണ്ടിരിക്കുക. ഈ പത്രങ്ങളും ചാനലുകളും പലരും മോശമായ വാർത്തകൾ കൊടുത്തു. പക്ഷേ പൊതുവെ പത്രപ്രവർത്തക സമൂഹം എങ്ങനെയാണ് പെരുമാറിയത്? അവർ സ്നേഹത്തോടെ കാര്യങ്ങൾ അന്വേഷിക്കുകയോ മണിക്ക് പറയാനുള്ളത് എന്താണെന്ന് ശ്രദ്ധിക്കുകയോ കേൾക്കുകയോ ചെയ്തിരുന്നു? അതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം. അതൊന്ന് ചോദിച്ചിട്ട് എഴുതാണെങ്കിൽ എനിക്ക് സന്തോഷമായിരുന്നു. എന്താണ് ആക്ച്വലി ഉണ്ടായേ അതൊന്ന് ചോദിക്കണ്ടേ? ഒരു നമ്മളെ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമില്ലേ? അതറിയാതെ കണ്ടു ഒരാൾ പറയുന്നത് മാത്രം കേട്ട് എഴുതുക എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. അതൊരു കലാകാരനെ ശരിക്കും തണ്ടൽ കടി കിട്ടണതിന് തുല്യ. ഇത് വായിച്ചിട്ട് നമ്മൾ അതിലേ പോകുമ്പോൾ പല ആൾക്കാരും പേപ്പർ നോക്കിയിട്ട് കിട്ടിയല്ലേ പണി ഇരിക്കട്ടെ അങ്ങനെ സന്തോഷിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഈ എഴുതിയ ആൾക്കാർ തന്നെ ചിലപ്പോൾ സ്കൂട്ടറുമ്പോൾ കൈ വെച്ച് നിന്നിട്ട് കൊടുത്തതാ ഒരു പണി, അവിടെ ഇരിക്കട്ടെ അങ്ങനെയും പറയുന്നവരുണ്ട്. പക്ഷേ നന്നായിട്ട് എഴുതുന്ന ആൾക്കാർ പറയണം, അതായത് ഇത് എഴുതുന്ന പത്രപ്രവർത്തകർ തന്നെ പറഞ്ഞാൽ അതൊന്ന് ചോദിച്ചിട്ട് ഞാൻ ഇപ്പോൾ കൊടുക്കില്ല. ഇത് തീർന്നു കഴിഞ്ഞിട്ട് ആരെങ്കിലും ഇതിങ്ങനെ തീർന്നു കഴിഞ്ഞപ്പോൾ മണി പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് തെളിഞ്ഞപ്പോൾ ആരെങ്കിലും ബന്ധപ്പെട്ട് പശ്ചാത്താപം പറഞ്ഞു? തീർന്നു കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല. മരണം ഒരു പ്രാവശ്യമുള്ളൂ. കാണിക്കാനുള്ള സ്നേഹം അതിനു മുമ്പ് കാണിക്കണം. മരണം എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യമുള്ളൂ. മരിച്ചു എന്നുള്ളത് ചെറുതായിട്ട് മരിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കുഴപ്പമില്ല, ആളൊന്ന് ചെറുതായിട്ടൊന്ന് മരിച്ചു, ഒരു മരണമുള്ളൂ, അത് വലിയ മരണമാണ്. എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു. ഇതേ തുടർന്ന് ഈ വള വിദേശത്ത് പോകുമ്പോഴെങ്കിലും മാറ്റിവെക്കാൻ ആലോചിക്കുന്നുണ്ടോ? എന്തിനാ ഞാൻ മാറ്റിവെക്കണേ? അവിടുത്തെ അറബി രാജ്യങ്ങളിൽ പോലും ആണുങ്ങൾ പുരുഷന് സ്വർണ്ണം ഇടാൻ പാടില്ല, പുരുഷന് സ്വർണം ഇടാൻ പാടില്ല. അവിടെ പോലും എന്നോട് ചോദിച്ചിട്ടില്ല. അവർക്ക് നടനാന്നറിയില്ലായിരിക്കും. അല്ല, അത് അവരുടെ മനസ്സാണത്, അവരുടെ മനസ്സ്. അവിടെ ഒരാളെ കൊല്ലണമെങ്കിൽ തന്നെ അസ്സലാമു അലൈക്കും, അതായത് ഒരു പ്രതിയെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അസ്സലാമു അലൈക്കും വാലൈക്കും സലാം അത് പറഞ്ഞിട്ടേ മാറ്റിയിരുത്തുള്ളൂ. നമ്മുടെ ഇവിടെ അങ്ങനെയാണോ? ആദ്യം തണ്ടൽ കടി കഴിഞ്ഞിട്ടേ മാറ്റിയിരുത്തുള്ളൂ. അതൊക്കെ ഓരോന്ന് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം ഞാൻ സാറിൻ്റെ മുമ്പാകെ ഈ പ്രേക്ഷകരുടെ മുമ്പാകെ ഇത് പറയാനുള്ള കാരണം അതൊരു വികാരമായിട്ട് മാത്രം കൂട്ടിയാൽ മതി. അതും ഒരു പാവത്താൻ്റെ വികാരമായിട്ട് മാത്രം കൂട്ടിയാൽ മതി. ഇനിയുള്ളതെല്ലാം ഇന്നസെൻ്റ് ഏട്ടൻ പറഞ്ഞ മാതിരി മാച്ചാളഞ്ഞ ഇതെല്ലാം മാച്ച് കളഞ്ഞ് തന്നെ പോകണം, അല്ലെങ്കിൽ ശരിയാവില്ല. എനിക്കും ഒരു പ്രശ്നങ്ങളില്ലാതെ പോകാൻ ആഗ്രഹമുള്ളൊരു കലാകാരനാണ് ഞാൻ.